കുരുന്നു ജീവൻ രക്ഷിക്കാൻ സഹായഹസ്തവുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പിണറായി വെണ്ടുട്ടായിലെ സൗമ്യയുടെയും തോട്ടടയിലെ വിപിൻ ദാസിന്റെയും 1 വയസ്സ് മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികളിൽ കരൾ രോഗം ബാധിച്ച ആൺകുഞ്ഞിന്റെ ചികിത്സയ്ക്കായാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സിഒഎ ധനസഹായം നൽകിയത്. ജില്ലാ സെക്രട്ടറി MR രജീഷിൽ നിന്ന് പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷെർലി, ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ VK ജഗദീഷ് എന്നിവർ ചേർന്ന് ധനസഹായം ഏറ്റുവാങ്ങി. സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ പിണറായിയിലെത്തിയപ്പോഴാണ് സഹായം കൈമാറിയത്. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഒട്ടേറെ അനുബന്ധ പരിപാടികളും സാമൂഹിക സേവന പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നാളിതുവരെ നമ്മുടെ സംഘടന കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രവൃത്തി നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞത് സംഘടനയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മേളന സംവിധാനം. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം NK ദിനേശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PK ദേവാനന്ദ്, ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസീദ്, കണ്ണൂർ വിഷൻ MD M വിനീഷ് കുമാർ, ഗ്രാമിക TV MD K രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. അതേസമയം എറണാകുളം അമൃത ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. വളരെ പെട്ടെന്ന് തന്നെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 50 ലക്ഷം രൂപ ആവശ്യമാണ്. ഭീമമായ ഈ തുക കണ്ടെത്താൻ കുടുംബത്തിന് സാധിക്കില്ലെന്നത് മനസ്സിലാക്കി അനിൽകുമാർ ചെയർമാനും VK ജഗദീഷ് കൺവീനറുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. ധനസഹായങ്ങൾ സ്വീകരിക്കാൻ കേരള ഗ്രാമീൺ ബാങ്ക് മമ്പറം ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഓരോ സുമനസ്സുകളും കനിഞ്ഞാൽ മാത്രമേ ഈ കുരുന്നു ജീവൻ രക്ഷിക്കാനാവൂ. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.